സ്വന്തം നാടായ അമേരിക്കയിലോ അവർ പരീക്ഷിച്ചത് ഒരു കഥയെയല്ല, മനുഷ്യന്റെ മനസ്സിനെയായിരുന്നു. 1953 സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി ഒരു രഹസ്യ പദ്ധതി ആരംഭിച്ചു. പേര് MK അൾട്ര. CIA ഡയറക്ടർ അലൻ ഡള്ളക്സിന്റെ അനുമതിയോടെ ആരംഭിച്ച പദ്ധതിയുടെ പ്രധാന ചുമതലക്കാരൻ സിഡ്നി ഗോർലീബ് ആയിരുന്നു. ലക്ഷ്യം മരുന്നുകളും മറ്റു സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് മനുഷ്യന്റെ ചിന്തകളെയും പെരുമാറ്റത്തെയും എത്രത്തോളം സ്വാധീനിക്കാനാകും. ശീതയുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ CIAക്ക് ഒരു വലിയ ഭയമുണ്ടായിരുന്നു. ശത്രുക്കൾ മനുഷ്യരുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലോ അത് അമേരിക്കയ്ക്ക് വലിയ ഭീഷണിയാകുമായിരുന്നു. അതുകൊണ്ട് CIA പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് പണം നൽകുകയും വിവിധ സ്ഥാപനങ്ങളുമായി പ്രവർത്തിക്കുകയും ചെയ്തു. ആശുപത്രികൾ, സർവകലാശാലകൾ, ജയിലുകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ. പക്ഷേ പരീക്ഷണത്തിൽ ഉൾപ്പെട്ട എല്ലാവർക്കും തങ്ങൾ എന്തിനാണ് പങ്കെടുത്തതെന്ന് അറിയാമായിരുന്നില്ല. ചില പരീക്ഷണങ്ങൾ LSD പോലുള്ള സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സ് ഉപയോഗിച്ചു. പക്ഷേ ഇത് എത്രത്തോളം വ്യാപകമായിരുന്നു, എത്ര പേർ ഇതിന്റെ ഭാഗമായിരുന്നു, എത്ര പരീക്ഷണങ്ങൾ നടന്നിരുന്നു, അതിന് കൃത്യമായ ഉത്തരം കണ്ടെത്തുക പോലും എളുപ്പമല്ല. കാരണം 1973 CIA ഡയറക്ടർ റിച്ചാർഡ് ഹംസിന്റെ നിർദ്ദേശപ്രകാരം MK അൾട്രയുമായി ബന്ധപ്പെട്ട വലിയൊരു വിഭാഗം രേഖകളും നശിപ്പിക്കപ്പെട്ടു. അങ്ങനെ ഈ കഥയുടെ എല്ലാ തെളിവുകളും അതിനൊപ്പം ഇല്ലാതായി. പക്ഷേ CIA കണക്കുകൂട്ടിയതുപോലെ എല്ലാം അവസാനിച്ചില്ല. ചില രേഖകളും സാക്ഷികളും പുറത്തു വന്നപ്പോൾ മറ്റൊരു പേര് വീണ്ടും മുന്നിലെത്തി. ഫ്രാങ്ക് ഓൾസൺ, CIAയുടെ സ്വന്തം ശാസ്ത്രജ്ഞൻ. 1953 ഒരു രഹസ്യ പരീക്ഷണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ ഇന്നും വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? രേഖകൾ പറയുന്ന കഥയാണോ മുഴുവൻ സത്യം? അതോ നമുക്ക് ഒരിക്കലും അറിയാൻ കഴിയാത്ത ഒരു ഭാഗം ഈ കഥയ്ക്കുള്ളിലുണ്ടോ? അതാണ് MK അൾട്രയെ ഇന്നും ഒരു സാധാരണ CIA ഓപ്പറേഷൻ എന്നതിലുപരി അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ രഹസ്യ പദ്ധതികളിൽ ഒന്നാക്കി മാറ്റുന്നത്.